പോകുന്നത് നേപ്പാളിൽ യുവാക്കളുടെ പ്രക്ഷോഭത്തിന് പിന്നാലെ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചു. ഒലിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിനാഷ് രാധാകൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. അവിനാഷ്, വലിയ രീതിയിലുള്ള യുവാക്കളുടെ പ്രക്ഷോഭം നേപ്പാളിൽ അലയടിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി രാജിവെച്ചതാണ്. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രിയും രാജിവെക്കുന്ന സാഹചര്യം. ഈ പ്രക്ഷോഭം ഇപ്പോഴും അവിടെ തുടരുകയാണോ? എന്താണ് ഈ പ്രധാനമന്ത്രി രാജിവെച്ച പശ്ചാത്തലത്തിൽ എന്താണ് ഇപ്പോഴത്തെ അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ? എന്താണ് നേപ്പാളിൽ ഒരു സമരമായി തുടങ്ങി അതൊരു സംഘർഷമായി മാറി ഇപ്പോൾ ഒരു കലാപ സമാനമായ അന്തരീക്ഷമാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് നേപ്പാളിലെ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇന്നലെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. കൂടാതെ ഇന്ന് 3 മന്ത്രിമാർ കൂടി രാജിവെച്ചിരുന്നു. അങ്ങനെ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട 4 മന്ത്രിമാർ രാജിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ നേപ്പാളിലെ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി കൂടി രാജിവെച്ചിരിക്കുന്നത്. ഇവരുടെ എല്ലാം വീടുകൾ കത്തിച്ച് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. പ്രസിഡന്റിന്റെ വീടടക്കം അക്രമികൾ കയറി അടിച്ചു തകർത്തു. അതുപോലെ കെ.പി. ശർമ്മ ഒലിയുടെ സ്വകാര്യ വസതിയിലുണ്ടായ വെടിവെപ്പിൽ 2 പേർക്ക് പരിക്കേറ്റു. തുടങ്ങി വലിയ രീതിയിലുള്ള കലാപമാണ് ഇപ്പോൾ കാഠ്മണ്ഡുവിൽ അരങ്ങേറുന്നത്. ഇന്നലത്തെ സംഘർഷത്തിൽ 26 ആപ്പുകൾ താത്കാലികമായി നിരോധിച്ച നടപടി പിൻവലിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. എന്നാൽ സംഘർഷം അതിലൊന്നും അടങ്ങിയില്ല. ഇപ്പോൾ അഴിമതി സർക്കാർ രാജിവെക്കണം, കെ.പി. ഒലി ശർമ്മ രാജിവെച്ചാലേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ള ശക്തമായ തീരുമാനത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. നേപ്പാളിൻ്റെ ആർമി ചീഫാണ് ഇത്തരത്തിൽ ശർമ്മ ഒലിയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഒരിക്കലും ഇനിയിപ്പോൾ സർക്കാർ തുടർന്നുകൊണ്ട് ഈ ഒരു സമരത്തിൽ നിന്ന്, ഈ ഒരു കലാപത്തിൽ നിന്ന് രാജ്യത്തെ മുക്തമാക്കാനാവില്ല. സർക്കാർ രാജിവെക്കുക, പ്രധാനമന്ത്രി പദം ശർമ്മ ഒലി രാജിവെക്കുക. അതിനുശേഷം മിലിറ്ററി ഈ ഒരു സമരം ഒതുക്കി തീർക്കും എന്നുള്ളതാണ് മിലിറ്ററി ചീഫ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നത്. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട VIP-കളെല്ലാം ഇവിടുന്ന് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റാൻ, രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം അവിടെ ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നേപ്പാളിലെ വിമാനത്താവളങ്ങൾ പൂർണ്ണമായും അടച്ചു. പുറത്ത് സൈന്യത്തിന്റെ സംരക്ഷണ വലയം തീർത്തിരിക്കുകയാണ്. എന്നാൽ അസാധാരണമായ സാഹചര്യം നേപ്പാളിൽ ഉണ്ടാകുന്നു. അതായത് ഒരു 3 ദിവസം മുൻപ് ഫേസ്ബുക്കും എക്സും ഉൾപ്പെടെയുള്ള 26 സമൂഹ മാധ്യമങ്ങൾക്ക് നേപ്പാൾ സർക്കാർ വിലക്ക് ഏർപ്പെടുന്നു. അതേ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലുള്ള ചെറിയൊരു പ്രതിഷേധം, അത് വലിയ പ്രക്ഷോഭമായി ആളിക്കത്തുന്ന സാഹചര്യം. അതിനിടെ നിരവധി ഈ പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന, അതായത് സമരക്കാരായിട്ടുള്ള 19ഓളം ചെറുപ്പക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയും പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും രാജിവെച്ചല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഈ പ്രക്ഷോഭകാരികളുടെ, സമരക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? ഈ സമരക്കാർക്ക് ഇപ്പോൾ ഇവർ രാജിവെച്ചതല്ല, ഇവർ നാട് വിട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത്. ഇവരെ എല്ലാം കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു നിലപാടിലേക്ക് ഈ ഒരു സമരക്കാർ എത്തുന്നത് പോലെയാണ്. കാരണം ഇതൊരു യുവാക്കളുടെ കൂട്ടായ്മയാണ്. ഇവർക്ക് പ്രത്യേകിച്ച് നേതൃത്വം നൽകിയിരുന്നത് ഒരു സുഡാൻ ഗുരുങ് എന്ന് പറയുന്ന 36-കാരനായ യുവാവാണ്. ഹമി നേപ്പാൾ